ഡോക്ടർ, ഇപ്പോൾ ആന്റിബോഡീസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ഡോക്ടർ പറഞ്ഞു പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള 20s ഉള്ള പെൺകുട്ടികളിൽ സാധാരണ ഞാൻ കാണാറ് PCOD, ഫൈബ്രോയിഡ് അങ്ങനത്തെ ഇഷ്യൂസാണ്. കാരണം നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ആണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു പോപ്പുലേഷനിൽ ഇത്രയും പെൺകുട്ടികൾ വരുമ്പോൾ ഒരു മിക്കപ്പോഴും നിങ്ങളുടെ പ്രായമുള്ളവർ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയണത് ഭയങ്കര ബാക്ക് പെയിനാണ്, എന്തോരം ഫിസിയോതെറാപ്പി ചെയ്തിട്ടും ഒന്നും മാറുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സ്കാൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഗൈനക്കിൻ്റെ അടുത്ത് നമ്മൾ വിടുന്നു. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ ഒരു PCOD ഇഷ്യൂ അത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആൻറ്റിബോഡീസിൻ്റെ ടെസ്റ്റുകൾ വൈറ്റമിൻ D പറയും, അതുപോലെ തന്നെ വൈറ്റമിൻ B12, ചിലപ്പോൾ അവർക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, എല്ലാ കാര്യങ്ങളും കേസ് ഹിസ്റ്ററി എടുക്കും. അതിനുശേഷം നമ്മൾ ആൻറ്റിബോഡീസിൻ്റെ ഒരു ഇത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു ഇത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഗൈനക്കിൻ്റെ അടുത്തേക്ക് വിടുമ്പോൾ അവർ പറയും കുട്ടിക്ക് PCOD ഉണ്ട് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറയും. അന്നേരമാണ് തിരിച്ച് വീണ്ടും നമ്മുടെ ഈ ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ അടുത്തേക്ക് തന്നെ വിട്ടിട്ട് യോഗ ചെയ്യൂ അല്ലെങ്കിൽ ഡയറ്റ് സെറ്റ് ചെയ്യൂ എന്ന് പറയും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സുമായിട്ടുള്ള ഒരു റാപ്പോയിലാണ് നമ്മൾ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു സിസ്റ്റത്തിന് മാത്രമായിട്ട് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അവർ നമ്മളുടെ അടുത്തേക്ക് വിടുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവർക്ക് ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. രണ്ടാമതെന്ന് വെച്ചാൽ നല്ലൊരു എക്സസൈസിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ നിങ്ങളെല്ലാം ഈ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കറക്ഷൻസ് പറഞ്ഞുതരും. നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒന്നരാടം നിങ്ങളോട് വാക്കിങ്ങിന് പോകാൻ പറയും. അതുപോലെ ഞങ്ങളുടെ തന്നെ ഒരു ഡോക്ടർ നിങ്ങൾക്കൊരു മെൻറ്ററായിട്ട് നിങ്ങളിത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. യോഗ നിങ്ങളുടെ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കും. ഇങ്ങനെയാണ് നമ്മളത് മാറ്റിക്കൊണ്ടുവരുന്നത്.